തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഒരിക്കൽ ഒരു കുടുംബത്തെ പരിചയപ്പെടാനിടയായി. ആ കുടുംബത്തിൽ മൂത്ത മകൾ നഴ്സിംഗ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാൻ IELTS പരീക്ഷ എഴുതിയിരിക്കുകയായിരുന്നു. മകൻ ഒരു കോളേജിൽ ഡിഗ്രി പഠിക്കുന്നു. ഒരിക്കൽ അവരെന്നെ ആ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിച്ചു. പുറമേ നിന്ന് നോക്കിയാൽ വളരെ അനുഗ്രഹം നിറഞ്ഞ കുടുംബം, എല്ലാം കൊണ്ടും ഐശ്വര്യം നിറഞ്ഞ ഒരു കുടുംബമായിട്ട് തോന്നും. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ചാച്ചൻ എന്നോട് സംസാരിച്ചു. ആ ചാച്ചൻ പറഞ്ഞു, അച്ഛാ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്, സന്തോഷവും സമാധാനവുമുണ്ട്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിതി ഇതായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനത്തിന് അടിമയായി ഞാൻ എൻ്റെ സ്ഥലവും വീടും കടയുമൊക്കെ വിറ്റു. പക്ഷേ എൻ്റെ ഭാര്യ, അവളുടെ പ്രാർത്ഥനയും അവളുടെ വിശ്വാസവും അവളുടെ ക്ഷമയുമാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനമായി മാറിയത്. അവളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അവളുടെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ഒരു ധ്യാനത്തിന് പോകുവാനും അത് കഴിഞ്ഞൊരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് പോകുവാനും പതിയെ കഴിഞ്ഞ 28 വർഷമായിട്ട് മദ്യപാനത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാനും എനിക്ക് സാധിച്ചു. എൻ്റെ ഭാര്യ കാരണമാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉള്ളത്. അന്ന് ആ കുടുംബത്തിൽ നിന്ന് പോന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു അമ്മയുടെ പ്രാർത്ഥന വഴിയായിട്ട്, ഒരമ്മയുടെ വിശ്വാസം വഴിയായിട്ട്, ഒരു അമ്മയുടെ സ്നേഹം വഴിയായിട്ട്, ക്ഷമ വഴിയായിട്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്. പിതാവേ, അവർ വിശുദ്ധീകരിക്കപ്പെടാനായി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഒരുപക്ഷെ ആ അമ്മ ചെയ്തത് അതുതന്നെയായിരുന്നു. കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ആ അമ്മ തന്നെ തന്നെ വിശുദ്ധീകരിച്ചു. അതിനുള്ള പ്രതിഫലം ദൈവം ആ കുടുംബത്തിന് നൽകി. ആ കുടുംബത്തെ ഒരനുഗ്രഹമുള്ള കുടുംബമാക്കി ദൈവം മാറ്റി. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷേ നമ്മുടെയൊക്കെ കുടുംബത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, വേദനകളുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെന്ന് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അതോ പരസ്പരം പഴിചാരി, പരസ്പരം കുറ്റപ്പെടുത്തി നമ്മൾ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും കൂടെ നശിപ്പിച്ച് കളയുകയാണോ? വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധനായിത്തീർന്നത് മോണിക്ക എന്ന പുണ്യവതിയുടെ പ്രാർത്ഥന വഴിയാണ്. അഗസ്റ്റിൻ വഴിതെറ്റിപ്പോയപ്പോൾ, അഗസ്റ്റിൻ തെമ്മാടിക്കുഴിയിൽ വീണപ്പോൾ മോണിക്ക മകനെയും കുറ്റപ്പെടുത്തി, മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തി, സ്വയം പഴിചാരി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അഗസ്റ്റിൻ ഒരു തെമ്മാടിയായി തന്നെ ജീവിതം അവസാനിപ്പിച്ചനെ. എന്നാൽ മോണിക്ക പുണ്യവതി പറഞ്ഞു, ഞാൻ അവനു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, എൻ്റെ മകന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അതാ അഗസ്റ്റിൻ എന്ന ഒരു വലിയ വിശുദ്ധൻ ജനിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ഒരു പ്രാർത്ഥന പറയാൻ സാധിക്കുമാറാകട്ടെ. ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.